പൊതു ആവശ്യം മുൻനിർത്തിയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഭൂപരിധി ഇളവ് ചെയ്തു നൽകാൻ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് സാധിക്കുമെന്നിരിക്കെ പുതിയ മാറ്റം എന്തിനുവേണ്ടിയെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നിക്ഷേപവും തൊഴിലും ഉറപ്പു നൽകിയെന്ന ന്യായത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടാൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇനി സാധിക്കും. ഭൂരഹിതർക്ക് ലഭിക്കേണ്ട ഭൂമി വൻകിടക്കാരുടെ നിയന്ത്രണത്തിലാവാനും ഇത് ഇടയാക്കിയേക്കും. ഇന്ന് ഗവൺമെന്റ് എടുത്ത തീരുമാനം അനുസരിച്ച് വ്യവസായം തുടങ്ങാൻ അതിന് പ്രത്യേകമായ ചില ഓഫർ വെച്ചുകൊണ്ട് വ്യവസായം തുടങ്ങാൻ മിച്ചഭൂമിയുടെ ഈ നിയമത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ മിച്ചഭൂമി കേസുകളും പരാജയപ്പെടാനും ഗവൺമെന്റിലേക്ക് കിട്ടിയ മിച്ചഭൂമി പോലും നഷ്ടപ്പെടാൻ ഇടവരുത്തുന്നതാണ്. അനുവദനീയമായതിലും അധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് നിക്ഷേപവും തൊഴിലവസരവും ചൂണ്ടിക്കാട്ടി കയ്യേറ്റത്തെ സാധൂകരിക്കാനാവും. തോട്ടങ്ങളിലെ 5% ഭൂമി തോട്ട ഇതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ നേരത്തെ സർക്കാർ അനുവാദം നൽകിയിരുന്നു. ഇതും ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർക്കലാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു. 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധു നൽകുന്ന ഭൂപതിവ് ചട്ടഭേദഗതി കടുത്ത എതിർപ്പിനെ തുടർന്ന് സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. ഇതിനു പിറകെയാണ് മന്ത്രിസഭ പുതിയ തീരുമാനമെടുത്തത്. മീഡിയ 1 തിരുവനന്തപുരം.